ഇത് ശാസ്തമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരെല്ലാം കൂടെ എല്ലാ വർഷവും ഇവർ പൊങ്കാല സമയത്ത് അന്നദാനം നടത്താറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഇത് എത്ര വർഷമായിട്ട്? ഞാനിവിടുത്തെ ഒരു മുതിർന്ന ഓട്ടോ ഡ്രൈവറാണ്. എൻ്റെ അറിവും പ്രകാരം ഏതാണ്ട് മുടക്കമില്ലാതെ ഒരു 35 വർഷത്തോളമായി അമ്മയ്ക്ക് പടുക്കയും പൊങ്കാലയും പൂജയൊക്കെ നടക്കുന്നു. പക്ഷേ ഒരു 5-6 വർഷത്തിന് മുമ്പ് മുതലാണ് ഞങ്ങളിങ്ങനെ ഒരു അന്നദാനവുമായിട്ട് മുടങ്ങാതെ നടത്തുന്നത്. രാവിലെ പ്രഭാത ഭക്ഷണം, ഇഡ്ഡലി, സാമ്പാർ, രസവട, കരിങ്ങാലി വെള്ളം, ഇങ്ങനെ രാവിലെ ഭക്തർക്ക് തൃപ്തിപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു 5-8 വർഷം കൊണ്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് മുടക്കമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഡ്രൈവർമാരായ ഞങ്ങൾ പല ഭാഗത്തുനിന്നും വന്ന് ഇവിടെ മുട്ടുന്ന ഒന്നായി ചേരുന്ന ഒരു ജംഗ്ഷനാണ് ശാസ്തമംഗലം. ഞാൻ കാറ്റാണിയിൽ താമസിക്കുന്ന ആളാണ്. സുരേന്ദ്രൻ നായർ എന്നാണ് എൻ്റെ പേര്. എല്ലാവരും അറിയപ്പെടുന്ന പഴയ കാലത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ. നന്നായിട്ട് എനിക്ക് ആറ്റുകാൽ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഞാൻ അമ്മയെ അങ്ങറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ്. ഇതിനിടയ്ക്ക് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. എൻ്റെ ഈ ആറ്റുകാലമ്മയുടെ ഈ പൂജ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ മകൾ ജനിച്ചത് 1992 ഫെബ്രുവരി മാസം ഒരു പൊങ്കാല ദിവസമായിരുന്നു ജനനം. രാവിലെയാണ് ജനനം. കുംഭമാസത്തിൽ പൂരനാളിലാണ് എനിക്ക് ആ മകളെ കിട്ടിയത്. എനിക്കതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഭയങ്കര സംതൃപ്തിയാണ്. ഞാൻ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ഇങ്ങനെ പ്രവർത്തിച്ച് എനിക്ക് ആറ്റുകാൽ അമ്മയുടെ നാളിൽ ആ പൊങ്കാല ദിവസം തന്നെ എനിക്കൊരു മകളെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്, ആത്മസംതൃപ്തിയാണ്. ആ കുട്ടീന്ന് ആറ്റുകാൽ അമ്മയുടെ 1 കിലോമീറ്റർ മാറി കാലടി എന്ന ഭാഗത്താണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചയച്ചു. 1 വയസ്സുള്ള ഒരു കുഞ്ഞും ആയി. ആ വീടിന്റെ മുറ്റത്ത് ആ മകളും കുടുംബവും എൻ്റെ വീട്ടുകാരും ആ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ അവിടെ പൊങ്കാല സമർപ്പിക്കുന്നു. അത് വളരെ ഭക്തിയായ കാര്യമാണ്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് 3-4 ദിവസം വണ്ടി ഓടാതെ ഇതിനു വേണ്ടി ഞങ്ങൾ അങ്ങേയറ്റം എനിക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഈ അടുത്ത കാലത്തുണ്ട്. എങ്കിലും അതിനെല്ലാം ഞാൻ മറച്ചു വെച്ചുകൊണ്ട് അങ്ങേയറ്റം അമ്മയുടെ ഈ പൊങ്കാല ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ രാവിലെ 1000 പേർക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഒരു 1300 പേരെങ്കിലും രാവിലെ ഭക്ഷണം കഴിച്ചിരിക്കും. ഇപ്പോഴും 1000 പേർക്കുള്ള ഫുഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഏതാണ്ട് ഒരു 1200-1300ഓളം പേർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. തൊട്ട് ഒരു 500 മീറ്റർ മാറി വരെയും സ്ഥലങ്ങളിലൊക്കെ ഈ വക അന്നദാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇല്ല, പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എങ്കിലും ഞങ്ങൾ ഈ ഒരു സംരംഭം സംയുക്തമായിട്ട് ഒന്നായിട്ട് ഒരേ പ്രവൃത്തിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അലങ്കാരത്തിനും ഞങ്ങൾ നാട്ടുകാരിൽ നിന്നും കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് എടുക്കാനും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിൽ രാഷ്ട്രീയമില്ല, കക്ഷിഭേദമില്ല, യൂണിയൻ ബേസില്ല, ഒന്നുമില്ല. അതിൽ അമ്മയുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ആശീർവാദവും ഞങ്ങൾക്കുണ്ട്. ഇനിയും കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന.